നാഗവല്ലി വസ്ത്രം തുടങ്ങിയിട്ട് നമ്മൾ 2 മാസം കഴിഞ്ഞിട്ടോ. ഞാൻ ഗുരുവായൂർ അമ്പലനടയിൽ വെച്ചാണ് അമ്മയ്ക്ക് ഫസ്റ്റ് സെയിൽ കൊടുത്താണ് നമ്മുടെ നാഗവല്ലി വസ്ത്ര തുടങ്ങിയത്. ഞാൻ അന്ന് മനസ്സിൽ വിചാരിച്ചിട്ട് പോയിട്ടുണ്ടായി, അതായത് നാഗവല്ലി വസ്ത്രയുടെ പ്രൊഡക്റ്റ് അവിടെ ഗുരുവായൂർ വെച്ച് കാണുന്ന 2 പേർക്ക് കൊടുക്കാമെന്ന്. അപ്പം ഞാൻ ഗുരുവായൂർ ഇങ്ങനെ നടയിൽ പ്രാർത്ഥിച്ച് നിന്നിട്ട് ഫ്രണ്ടിലോട്ട് കണ്ണടച്ച് നടക്കുമ്പം ആർക്കിടെ മേത്താണോ തൊടണത് അവർക്ക് കൊടുക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പം ഞാനിങ്ങനെ നടന്നു കഴിഞ്ഞപ്പോൾ ഈ ചേട്ടൻ്റെ മേത്താണ് തൊട്ടത്. അപ്പോൾ അവർക്ക് കൊടുക്കുകയാണ്. അപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായി. അവർ ഒരുപാട് അനുഗ്രഹിച്ചു, നന്നായി വരണം എന്നൊക്കെ പറഞ്ഞു. വളരെ സന്തോഷത്തിൽ അവർ ആ പ്രൊഡക്റ്റ് സ്വീകരിക്കുകയും ചെയ്തു. സെക്കൻഡ് എൻ്റെ മൂത്ത ആൾ അതിഥീനെയും കൊണ്ടാണ് കൊടുപ്പിച്ചത്. അപ്പോൾ അതിഥിയോടും ഞാൻ പറഞ്ഞു കണ്ണടച്ചിക്ക്, 2 മോൻ ഗുരുവായൂരപ്പനെ പ്രാർത്ഥിച്ചിട്ട് കണ്ണടച്ച് നേരെ നടന്നു പോകുമ്പോൾ ആർക്കിടെ മേത്താണോ തുടർന്ന് അവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ് സെക്കൻഡ് അതിഥീനെ ഞാൻ തുമ്പി എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ തുമ്പി നടന്നു പോയപ്പോൾ വേറൊരു ചേച്ചിയുടെ മേത്താണ് തൊട്ടത്. അപ്പോൾ അവർക്ക് കൊടുത്തു. അവരും ഇതേപോലെ ഒത്തിരി അനുഗ്രഹിച്ചു കേട്ടോ. പണ്ട് ഗുരുവായൂർ വരുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമുണ്ടായില്ല. കാരണം കുറച്ച് ദൂരം ട്രാവൽ ചെയ്യുമ്പോഴേക്കും ഞാൻ വൊമിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ അങ്കമാലിയിൽ നിന്ന് വരുമ്പോഴേക്കും വൊമിറ്റ് ചെയ്ത അവശതയാവും. ക്യൂ നിന്ന് പിന്നെ ഗുരുവായൂർ വെച്ച് ഒരു സെക്കൻഡ് നമ്മൾ തൊഴുത് വീട്ടിൽ പോവും. അപ്പോൾ ആകെ അവശതയായതുകൊണ്ട് പിന്നെ നമ്മൾ ഇത്രയും ആൾക്കാരുള്ളിടത്ത് നമ്മൾ പ്രാർത്ഥിച്ച ഗുരുവായൂരപ്പൻ കേൾക്കുമോ എന്നുള്ള സംശയമൊക്കെ ആയിരുന്നു. പിന്നെ ഇപ്പോൾ വലുതായി കഴിഞ്ഞപ്പോഴാണ് ഗുരുവായൂരപ്പൻ്റെ ശക്തി എന്താണെന്ന് എനിക്ക് മനസ്സിലായത്. അതായത് ഒരു മണൽത്തരി വരെ ഗുരുവായൂരപ്പൻ കാണുന്നുണ്ടെന്നുള്ള സത്യം മനസ്സിലായ ഒരുപാട് അത്ഭുതങ്ങൾ അവിടെ വന്ന് പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഗുരുവായൂരപ്പൻ അവിടെ ഉണ്ടെന്നുള്ള സത്യം എനിക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. നമ്മുടെ നാഗവല്ലി വസ്ത്ര തന്നെ 2 മാസമായിട്ട് നല്ല സക്സസ്ഫുള്ളായിട്ട് പോണു. അത്യാവശ്യം ഓർഡറുകളൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹമാണെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇന്ന് ചിങ്ങ ഒന്നായിട്ട് എല്ലാവർക്കും ഒരു പുതുവർഷം ആശംസിക്കുന്നു.